Good morning. Good morning. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീനോ ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് കയറിയേക്കാണ് അല്ലെ? മുന്നേ നിഷ മാമിന്റെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയവരാണോ? കയറിയവരൊക്കെയാണോ? കയറിയോ? കണ്ടോ? യെസ്, മേഘ ഇവിടെ ഇട്ടിട്ടുണ്ട്. ശരണ്യ, കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇൻട്രൊഡക്ഷനിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും അല്ലെ? ക്ലാസ്സിനെ കുറിച്ചും നമ്മുടെ സിലബസ്, കാര്യങ്ങൾ, എക്സാം അതൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകും. ഇനി എന്റെ പേര് രമ്യ. നിങ്ങൾക്ക് മൊത്തം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, 4 മൊഡ്യൂളായിട്ടാണ് അവിടെ തിരിച്ചേക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റുകൾ 4 ടെക്സ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഫസ്റ്റ് പേപ്പറിൽ നമുക്ക് വരുന്നത് 13 ചാപ്റ്റർ ആണ്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 13 ചാപ്റ്റർ ഉണ്ട് ഫസ്റ്റ് മൊഡ്യൂളില്. അതിനകത്ത് 3 ടീച്ചേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് വന്ദന മാം കയറിയല്ലോ. എന്റെ പേര് രമ്യ എന്നാണ്. എന്നെ ആരെങ്കിലും പരിചയമുണ്ടോ? പറവൂര് ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? ചേന്നമംഗലം, പാലിയം ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഒക്കെ അടുത്തുള്ളവര് കയറിയിട്ടുണ്ടോ? വൈഫിനിന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വേറെ ആരുമില്ല അല്ലെ? എവിടെയൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ സ്ഥലമൊക്കെ? ദൂരെയുള്ളവരൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പറവൂര്, ചേന്നമംഗലം, പാലിയം അമ്പലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പാലിയം കൊട്ടാരം കേട്ടിട്ടുണ്ടാവും. കൊല്ലത്ത് നിന്നുണ്ട്, കോട്ടയം ഉണ്ട്, ആലപ്പുഴ ഉണ്ട്. ഓക്കെ, തൃശ്ശൂർ ഉണ്ട്, തൃശ്ശൂർ പിറവമുണ്ട്, കാലടി, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളവരൊക്കെ ഉണ്ട് ടെ. ഇനി നമുക്ക് കുറച്ച് നാള് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ക്ലാസ്സിൽ ഇരിക്കാം. അപ്പൊ ഓൾറെഡി നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഒരുപാട് സമയം അങ്ങനെ എത്ര പേര് 54 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയണമെന്ന് എന്താ പറയാ താല്പര്യമുണ്ട്. പക്ഷെ എല്ലാവരോടും വിശേഷം ചോദിച്ചു വരുമ്പോഴേ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, വഴിയെ നമുക്ക് പരിചയപ്പെടാം. എന്റെ പേര് രമ്യ എന്നാണ്, ഞാൻ പറഞ്ഞല്ലോ. എന്റെ വീട് പറവൂര് തന്നെയാണ്, ദൂരമൊന്നുമില്ല, 2 കിലോമീറ്റർ ജസ്റ്റ് അത്രേ ഉള്ളൂ. വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ്, 2 മക്കള്. ഓക്കെ, സ്വന്തം നാട് മൂവാറ്റുപുഴയാണ്. ആരെങ്കിലും ഉണ്ടോ മൂവാറ്റുപുഴയിൽ നിന്ന് കയറിയിട്ടുണ്ടോ? ഇവിടെ ഇല്ല, മൂവാറ്റുപുഴ കേട്ടിട്ടില്ലേ? പറവൂര് മൂവാറ്റുപുഴ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? പറഞ്ഞ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഇവിടെയാണ് എന്റെ സ്വന്തം വീട്. സ്വന്തം വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, 2 മക്കളാണ് ഞങ്ങള്. ഓക്കെ, ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരെയും പരിചയപ്പെടാം. ഓക്കെ, പിന്നെ അപ്പൊ എങ്ങനെയാ? ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, മാക്സിമം നിങ്ങളിപ്പോ +2 ആണ് നമ്മുടെ ഓക്കെ ആണ്. +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. +2 മുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ പറയട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഇവിടെ മെസ്സേജ് ചെയ്ത് ചോദിക്കാം. പിന്നെ ക്ലാസ്സിന്റെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ മെസ്സേജ് ഒന്നുകൂടി പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ക്ലിയർ ആയവരും ഓക്കെ എന്ന് ഇട്ടാലും ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പറയണം. അയ്യോ അവരെന്ത് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കേണ്ട. നമുക്ക് മനസ്സിലായില്ലേ, നിങ്ങളത് ഒന്നുകൂടി പറയാൻ കേട്ടോ. 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിനും ഒരു പ്രശ്നമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ പഠിക്കാം.
അല്ലെ? നമ്മളിപ്പോ എന്തായാലും വലിയ കുട്ടികളൊക്കെയാണ്, അമ്മമാരൊക്കെ കയറിയിട്ടുണ്ട് അല്ലെ? നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ നമുക്കൊരു ജോലി, അതാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം അല്ലെ? ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കൊരു ജോലിയിലേക്ക് കയറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണല്ലോ എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നേക്കുന്നത് അല്ലെ? നമുക്ക് കളിച്ച് തമാശ പറഞ്ഞ് ഇങ്ങനെ നടക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലേ? പ്രായമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലിയാണ് നമ്മുടെ മുന്നിൽ. അതിന് പല ഇപ്പൊ നമ്മൾ കുറച്ച് നാള് പഠനമൊക്കെ കഴിഞ്ഞ് വീടുകളിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാകാം അല്ലെ? കുറെ നാള് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. പല വീട്ടിൽ നിന്നൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാകാം. എന്തായാലും എല്ലാ ദിവസങ്ങളെയും തരണം ചെയ്ത് നമുക്ക് കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജോലി കിട്ടട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ് തുടങ്ങി എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും നല്ലൊരു മാർക്കോട് കൂടി തന്നെ മനസ്സിലായി പോകാനും ജോലി കിട്ടാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഇതൊന്നുമില്ലോ. വേറെ അപ്പൊ ഇനി കാര്യം ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക. അത് നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അന്നത്തെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരേ ഒരു പ്രാവശ്യം എല്ലാവരും വായിച്ചിരിക്കണം. ഓക്കെ ആണോ? ആ കാര്യം ഓക്കെ ആണോ? ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഇപ്പൊ നമുക്കൊരു 5 മിനിറ്റ് മതിയാവും. നമ്മളൊരു ക്ലാസ്സിൽ അധികം ഒന്നും എടുക്കുന്നില്ല. ഒരു ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റും കൂടി ഒപ്പം വെക്കുമ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് തരും. അതൊക്കെ തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കുക. ഒരു പ്രാവശ്യം എല്ലാവരും വായിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എക്സാം വരുമ്പോൾ ഫുള്ള് ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും വായിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ആദ്യം തന്നെ പറയാണ്, അന്നൊന്നും എടുക്കുന്ന ക്ലാസ്സുകൾ അന്ന് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് വെക്കുക. അതെല്ലാവരും ചെയ്യണം. ടെക്സ്റ്റ് കിട്ടി, അശ്വതിക്ക് കിട്ടി എന്ന് പറയേണ്ട നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് കിട്ടിയവര് ടെക്സ്റ്റ് എടുത്ത് വെക്കുക. ഇല്ലാത്തവര് ജസ്റ്റ് വേണമെങ്കിൽ ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക. ഒരു പേപ്പർ ആയാലും മതി. ഒരു പേപ്പറും ഒരു പേനയും ഒന്ന് എടുത്ത് വെക്കുക. ജസ്റ്റ് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് അണ്ടർലൈൻ ചെയ്തൊക്കെ പോകാം. എന്തായാലും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, ഓൾമോസ്റ്റ് കുറെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അധികം ക്ലാസ് എടുക്കുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണല്ലേ? എല്ലാവരും നല്ലോണം പഠിച്ച് നല്ല മിടുക്കരായിട്ട് എല്ലാവരും ജോലിയിലേക്ക് വന്ന് കയറണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരിയസ്നെസ് നിങ്ങൾ അവസാനം വരെ കാണിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ളവർക്ക് ഷുവറാണ് നല്ല മാർക്ക് തന്നെ കിട്ടും. അന്നൊന്ന് വായിച്ചു വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് എക്സാം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇന്ന് ക്ലാസ് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും ഇന്ന് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. എത്ര പഠിച്ചാലും നമുക്ക് ഒരു ഈശ്വര വിശ്വാസികളല്ല എല്ലാവരും. ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൂടി വേണം നമുക്കത് ഓർത്ത് പെട്ടെന്ന് എഴുതാനായിട്ടൊക്കെ. നമ്മളോട് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിന്റെ ചരിത്രം. അതായത് ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് വരെയുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്ററി പഠിക്കാൻ എളുപ്പമല്ലേ? ഇഷ്ടല്ലേ കഥയൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട്? അതേപോലെ ഒരു കഥ പോലെ നമുക്ക് ഇതൊന്ന് കേട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചതല്ലേ? ഹോസ്പിറ്റൽ എന്താണ്, ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് സെക്കൻഡ്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ചരിത്രം. ഓക്കെ, അതില് ഫസ്റ്റ് എ ആണ്. എ എന്ന് പറഞ്ഞത് ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഏറ BC to 500 AD. അതായത് ആദ്യകാല ആശുപത്രികൾ BC to 500 AD. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ചരിത്രമാണ് നമ്മൾ നോക്കുന്നത്. AD 500 വരെയുള്ള ഹോസ്പിറ്റലിന്റെ ആദിമ ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം. അതാണ് എ എന്ന് പറയുന്നത്. അതിൽ നോക്കിയേ, ബി വരുന്നത് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജസ്. മിഡിൽ ഏജിലുള്ള മധ്യകാലഘട്ടത്തിലുള്ള ഹോസ്പിറ്റലുകൾ 500 to 1500 AD വരെയുള്ള. പിന്നെ നെക്സ്റ്റ് മൂന്നാമത്തെ റിനൈസൻസ് ഏജ്. എന്താ? നവോത്ഥാന കാലഘട്ടം. ഡേറ്റുകളൊന്നും എക്സാം ഞങ്ങൾ ചോദിക്കാറില്ല.
അല്ലെങ്കിൽ മോഡേൺ പീരീഡ്. അങ്ങനെ ABCD വരെ അവരെ 4 സെക്ഷനായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കാം, ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഈറ BC 500 AD. 500 AD വരെയുള്ള 500 വരെയുള്ള ആദ്യ ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം. ഓക്കെ, early medical treatment was always recognized as religious services and ceremonies. Religious services എന്ന് പറഞ്ഞ എന്താ? മതപരമായിട്ടുള്ള സേവനങ്ങൾ, മതപരമായുള്ള സേവനങ്ങൾ. ആൻഡ് സെറമണീസ് എന്ന് പറഞ്ഞാൽ ചടങ്ങുകൾ. ഏതെങ്കിലും വേർഡുകൾ നിങ്ങൾക്ക് മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവർ ആ ടെക്സ്റ്റിന്റെ മുകളിൽ ഒന്ന് എഴുതി വെക്കാം. ഇതിലൊന്നും ഒരു ഇത് വിചാരിക്കേണ്ട, നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തെടുക്കാം. ഇനി വായിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മീനിങ് കിട്ടാൻ വേണ്ടിയാണ്. അറിയില്ലാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ മലയാളത്തിലൊന്ന് എഴുതി വെക്കാം കേട്ടോ. അപ്പോ പണ്ട് കാലത്ത് നോക്കിയേ, ആദിമ വൈദ്യ ചികിത്സ early medical treatment was always recognized as religious services and ceremonies. ആദിമ വൈദ്യ ചികിത്സ ഇതിനെ മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങള് നമ്മൾ എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്ന ഒരു സിസ്റ്റം അല്ലായിരുന്നു. അവരൊരു മതപരമായിട്ടുള്ള, നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ, അസുഖം വന്നാൽ വേഗമാക്കണമെന്ന എന്തെങ്കിലും മതപരമായിട്ടുള്ള റിലീജിയസ്, ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ രീതിയിൽ വല്ല മന്ത്രവാദമൊക്കെ ചെയ്ത്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്കുടെ രീതിയിൽ പള്ളിയിൽ അച്ഛനൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ, മുസ്ലിംസ് ആണെങ്കിൽ അവർക്കുടെ രീതിയിലൊക്കെ. അങ്ങനെ ഒരു എന്താ, പണ്ട് കാലത്ത് ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും അതുപോലെ ചടങ്ങുകൾ, നമുക്ക് ഓരോ കാസ്റ്റിനും അതിൻ്റെതായ ഒരു ചടങ്ങുകളില്ലേ അല്ലെ, അതിന്റെയൊക്കെ ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ്. എക്സാമിന് ചോദിക്കാം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ ടെക്സ്റ്റ് ഉള്ള ഒരു സെന്റൻസ്. early medical treatment was always recognized as dash. ഇതിന്റെ ഭാഗമായിരുന്നു റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. ടെക്സ്റ്റ് ഇല്ലാത്തവർ ആ 2 വേർഡ് ഒന്ന് എഴുതി വെച്ചോ, ഷോർട്ട് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട് എഴുതി എടുക്കാറില്ലേ അല്ലെ, ചെറിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ചെയ്തൊക്കെ എഴുതി വെക്കാം. റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. പണ്ട് കാലത്ത് ആദിമ വൈദ്യ ചികിത്സ, പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. സെറമണീസ് എന്ന് പറഞ്ഞ ചടങ്ങുകൾ. Priests were also physician or medicine man. In hospital of early era, അവിടെ നമ്മള് ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരാണ്, ഓർ മെഡിസിൻ മെൻ, ഡോക്ടർ എന്ന് പറഞ്ഞത് ആരാ? പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ് ആരാ? പ്രീസ്റ്റ് ആരാ? പ്രീസ്റ്റ് PRIESTS, പ്രീസ്റ്റ് ആരാണ്? പ്രീസ്റ്റ് പുരോഹിതൻ അല്ലെ. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ, പുരോഹിതൻ. പ്രീസ്റ്റ് എന്ന് പറയുന്നതാണ് ഫിസിഷ്യൻ അല്ലെങ്കിൽ മെഡിസിൻ മാൻ. നമുക്ക് ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ആരോ ഡോക്ടർ. അപ്പൊ പണ്ട് കാലത്ത് ഡോക്ടർ എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ് ആണ്, പുരോഹിതനായിരുന്നു. മെഡിസിൻ മാൻ അല്ലെങ്കിൽ നമുക്ക് മരുന്ന് തരുന്ന മനുഷ്യൻ, ഡോക്ടർ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ചോദിക്കാം കേട്ടോ, പ്രീസ്റ്റ് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. Who act as physician or medicine man? ആരാണ് ആക്ട് ചെയ്തത്? പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു ആ റോള്. കെയറിംഗ് ഫോർ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിനെ പരിപാലിക്കുന്നത്, മൈൻഡ് നമ്മുടെ മനസ്സിനെ, ബോഡി നമ്മുടെ ശരീരത്തെ, ഇതെല്ലാം കെയർ ചെയ്യുന്ന ഫിസിഷ്യൻ ആരായിരുന്നു പണ്ട് കാലത്ത്? പ്രീസ്റ്റ് ആണ്. കിട്ടിയോ? നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ഒക്കെ കെയർ ചെയ്യുന്ന ആ മെഡിസിൻ മെൻ, ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ്. Priest or doctors come under the ruling classes with a great political influence. Priest അല്ലെങ്കിൽ ഡോക്ടർ ആരുടെ കീഴിൽ വരുന്ന ഒരു ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു.
ഈ പ്രീസ്റ്റും ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കം അണ്ടർ ദ റൂളിംഗ് ക്ലാസ് വിത്ത് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ശക്തമായ ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. Priest or doctors come under the ruling classes with a great political influence. The hospital, the temples or hospitals were also meeting place. ചോദിക്കാം, അവരുടെ meeting place ഏതായിരുന്നു? The temples or hospitals. The temples or hospitals were also meeting places. ഡോക്ടേഴ്സിന്റെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പിൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. അമ്പലങ്ങളോ ഹോസ്പിറ്റലുകളൊക്കെ ആയിരുന്നു അവിടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. അത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു? എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്? ആദിമമായ ചികിത്സ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്, മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു. അവിടെ ഡോക്ടറായിട്ട് നമ്മളെ ഫിസിഷ്യനായിട്ട് ആക്ട് ചെയ്തത് ആരായിരുന്നു? പ്രീസ്റ്റ്. അണ്ടർലൈൻ ചെയ്തില്ലേ? പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു ആ ഡോക്ടറിന്റെ റോൾ എന്ന് പറയുന്നത്. അവര് ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്. അവരുടെ മീറ്റിംഗ് പ്ലേസ് ഏതാന്ന് പറഞ്ഞേ? മീറ്റിംഗ് പ്ലേസ് ഏതാണ്? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ടെമ്പിൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആയിരുന്നു അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അത് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാനുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. ഇനി ഈ ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ, ഇവിടെ ആദിമകാലത്തെ നമുക്ക് ആ ഹോസ്പിറ്റലുകളെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈഡ് ഇൻടു 5. എനിക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെക്ഷൻ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കണേ? ക്ലാസിഫൈഡ് ഇൻടു 5. 5ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എനിക്ക് ആ പേരുകൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ. Mesopotamian hospitals, Greek hospitals, Roman hospitals, Arabic hospitals, Indian hospitals. Okay, അതില് ഫസ്റ്റത്തെയാണ് Mesopotamian hospitals. Mesopotamian hospitals, medicine and then organized being first appeared 4,000 years ago in the ancient region of Southwest Asia known as Mesopotamia. So ഈ മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്, പ്രത്യക്ഷപ്പെട്ടത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സൗത്ത് വെസ്റ്റ് ഏഷ്യ, അതായത് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർ ചെയ്തത്. എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു പോയിന്റ് കേട്ടോ. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് ഈ മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ചോദിക്കുക എക്സാമ്പിൾ, മെഡിസിൻ ഫസ്റ്റ് അപ്പിയർഡ് ഇൻ പ്ലേസ് ആണ് ചോദിക്കുക. അവിടെ മെസോപ്പൊട്ടാമിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Mesopotamian hospitals, medicine was first appeared in 4,000 years ago in the ancient region of Southwest Asia known as Mesopotamia. Okay, Mesopotamia എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിട്ടോ. മെസോപ്പൊട്ടാമിയ എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അത് എക്സാമിന് ആ സെന്റൻസ് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, എക്സാം ഓരോ മൊഡ്യൂള് കഴിയുമ്പോഴാണ് എക്സാം. 60 മാർക്കിന്റെ എക്സാം. അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അറിയാലോ, 4 ഓപ്ഷൻ ആയിരിക്കും. ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻ. ആൻസർ ഓൾറെഡി അവിടെ ഉണ്ട്. ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഓപ്ഷനിൽ കിടക്കണ്ട. നമ്മളൊന്ന് ചൂസ് ചെയ്താൽ മതി. നമ്മൾ ഈ ക്ലാസ്സിൽ മര്യാദയ്ക്ക് കേട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് കാണാൻ പറ്റുന്നവര് റെക്കോർഡ് ക്ലാസ് കൃത്യമായിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ഞാൻ ഷുവർ പറയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓപ്ഷന് ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ അത് ചൂസ് ചെയ്താൽ പോരെ, എളുപ്പമല്ലേ? അല്ലേ?
ആൻസർ കാണാതെ നമ്മൾ ബൈഹാർട്ട് പഠിച്ചെഴുതുന്നതാണോ, ഓപ്ഷൻ തന്നിട്ട് സെലക്ട് ചെയ്യാൻ പറയുന്നതാണോ എളുപ്പം? ഏതാ എളുപ്പം? ഓപ്ഷൻ തന്നിട്ടില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ അവിടെ കിടക്കുന്നുണ്ട്. ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ അല്ലേ? അപ്പൊ ആൻസർ ഒന്ന് ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ആൻസർ കറക്റ്റ് സെലക്ട് ചെയ്തെടുക്കാം. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് appeared 4,000 years ago in the ancient region of Southwest Asia known as Mesopotamia. പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ്. കിട്ടിയോ? മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്ത് എവിടെയാ? പ്ലേസ് ഏതായിരുന്നു? ഏത് പ്ലേസ് ആണ്? മെസോപ്പൊട്ടാമിയ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തില്ലേ സെന്റൻസ്? മെസോപ്പൊട്ടാമിയ. ഇല്ലാത്തവര് ഒന്ന് പറഞ്ഞ് നമ്പർ ഇട്ടിട്ട് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് എഴുതാം. എന്നിട്ട് അവിടെ മെഡിസിൻ ഫസ്റ്റ് അപ്പിയർഡ് എന്ന് എഴുതിയിട്ട് മെസോപ്പൊട്ടാമിയ എന്ന് എഴുതിയാൽ മതി. ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആവല്ലേ പറയുന്നത്? ഓക്കെ ആണല്ലേ? ഫസ്റ്റ് നമ്പർ 1 ടെക്സ്റ്റ് ഇല്ലാത്തവരാണ് കേട്ടോ. ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് വേഗം അണ്ടർലൈൻ ചെയ്ത് പോയാൽ മതി. ടെക്സ്റ്റ് ഇല്ലാത്തവര് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, മെഡിസിൻ ഫസ്റ്റ് അപ്പിയർഡ്. എന്നിട്ട് നേരെ ഒരു വര ഇട്ടിട്ട് അവിടെ എഴുതി വെക്കുക മെസോപ്പൊട്ടാമിയ. ക്ലിയർ ആണ് അല്ലെ? ആദ്യമായിട്ട് മെഡിസിൻ അപ്പിയർഡ് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാ? മെസോപ്പൊട്ടാമിയയിലാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC. ആ ഒരു കാലഘട്ടമാണ് കേട്ടോ പറയുന്നത്. ഡേറ്റുകളൊന്നും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഏത് റൂളാണ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത്? ഏത് നിയമമാണ്? ഹ്യൂമറാബിസ് കോഡ്. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഇവിടെ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്. ഇവിടെ ഫോളോ ചെയ്യുന്നതാണ് ഹ്യൂമറാബിസ് കോഡ്. ഹ്യൂമറാബിസ് കോഡ് എന്ന് പറഞ്ഞാൽ ഏർലിസ്റ്റ് ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റില് എഴുതിയിട്ടുള്ള ഒരു കോഡാണ്. വൺ ഓഫ് ദ ഏർലിസ്റ്റ് കോഡ് ഇൻ ബാബിലോണിയൻ ലാംഗ്വേജ്, ടെക്സ്റ്റ് ലാംഗ്വേജ്, ലീഗൽ ലാംഗ്വേജില്, ബാബിലോണിയൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു കോഡാണ്, ഏർലിസ്റ്റ് കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള ഒരു കോഡാണ്, ഏർലിസ്റ്റ് കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. അപ്പൊ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? ഹ്യൂമറാബിസ് കോഡ്. അവിടെ എക്സാമിന് ചോദിച്ചെഴുതാലോ, ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. നീ ചോദിക്കാം, ഇൻ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, in Mesopotamian hospitals, dash was the rule for the practice of doctors. ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹ്യൂമറാബിസ് കോഡ്. നോട്ടിൽ എഴുതണോരാ ഹ്യൂമറാബിസ് കോഡ് എന്ന് മാത്രം എഴുതി വെച്ചവിടെ ആൻസർ ആണ് നമ്മൾ എഴുതണേ കേട്ടോ. ഹ്യൂമറാബിസ് കോഡ് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഇതാണ് ഹ്യൂമറാബിസ് കോഡ്. ഇത് ഏർലിസ്റ്റ് കോഡാണ്, ബാബിലോണിയൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ഏർലിസ്റ്റ് കോഡാണ്. First recorded prescription came from Sumer in ancient Babylonian. ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വന്നത് സുമർ ആണ്. ബാബിലോണിയയിലെ സുമർ എന്ന സ്ഥലത്താണ്. സുമറിന് SUMER ഉള്ളൂ കേട്ടോ, ഒരെം ഉള്ളൂ. അതൊന്നും എത്തിക്കളഞ്ഞേര്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. SUMER, എം മതി. സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. അപ്പൊ ചരിത്രത്തില് ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വന്നത് എവിടെയാ? പ്ലേസ് എവിടെയാ? സുമർ. പേര് കിട്ടിയോ? ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ നോട്ട് ചെയ്തോ നോട്ട്ബുക്കില്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് സുമർ എഴുതാം. അതെവിടെയാണ്? ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. അതിന്റെ ബാബിലോണിയന്റെ സുമർ എന്ന സ്ഥലത്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ വന്നത്. ഓക്കെ, ചരിത്രത്തില് പുരാതന ബാബിലോണിയയിലെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നിന്ന് കിട്ടിയോ? മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് എവിടെയായിരുന്നു? മെസോപ്പൊട്ടാമിയ. ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹ്യൂമറാബിസ് കോഡ്. പിന്നെ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. 3 കാര്യങ്ങൾ
മൂന്നും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ഒന്ന് ചോദിക്കണ്ടേ? ഒരു പാരഗ്രാഫ് നമ്മളോ 2 പാരഗ്രാഫ് ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആവുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഇനി എന്തെങ്കിലും മിസ്സേ ഇതുപോലെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടെന്ന് ആർക്കെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. മനസ്സിലാവുന്നില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സെന്റൻസ് വായിച്ച് അത് വീട്ടിൽ പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം പറയണ്ട. ചിലർക്ക് ചിലപ്പോ ഒരു പ്രാവശ്യം കേട്ടാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ കുറച്ച് നാള് ഗ്യാപ്പൊക്കെ ഇട്ടിരിക്കണോ ചിലപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. 1-2 ദിവസം കഴിയുമ്പോൾ അവര് നമ്മുടെ ഒപ്പം ആയിക്കോളും, ഓക്കെ ആയിക്കോളും. അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കുന്നുള്ളൂ, പതുക്കെ പോകുന്നുള്ളൂ. അപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകണ്ട്. ഓരോന്നും പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോവുകയാണ്. അതുകൂടി നമ്മൾ പറഞ്ഞു പോകണ്ട്. ഓക്കെ ആണെന്നാണ് എന്റെ ഒരു ഇത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ തന്നെ പറയാം. ഒന്നുകൂടി പറയണമെങ്കിലും നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടേക്കുക. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് മെസ്സേജ് മനസ്സിലായത് എന്നോട് പറയണം. ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ ആണ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 3 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, അത് നോട്ട് ചെയ്ത് എടുക്കാം. ഇനി ഓക്കെ ആണ് അല്ലെ? മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം ഹ്യൂമറാബിസ് കോഡ്, ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ സുമർ. ഓക്കെ. ഇനി രണ്ടാമത്തത് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ്. രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽ പീരീഡ് 460 to 136 BC. അതുവരെയാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽ ആ ഒരു കാലഘട്ടം. ട്രീറ്റ്മെന്റ് ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. ഗ്രീക്ക് ഹോസ്പിറ്റലുകളില് ട്രീറ്റ്മെന്റ് എന്തിനു ബേസ്? തികച്ചും മന്ത്രവാദം കേട്ടിട്ടില്ലേ? സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ മന്ത്രവാദം ഒക്കെ ചെയ്യണത് അല്ലേ? മാജിക്, മന്ത്രവാദവും പിന്നെ റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. ഗ്രീക്ക് ഹോസ്പിറ്റലുകളില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്. എക്സാമിന് ചോദിക്കാട്ടോ. ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. ഇതിന് ബേസ് ചെയ്തായിരുന്നു മാജിക് റിലീജിയസ് റിച്വൽസ്. മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പഴയ ഒരു സിനിമ മണിച്ചിത്രത്താഴ്. അതിനകത്ത് ശോഭനയുടെ ഒക്കെ മന്ത്രവാദം ഒക്കെ ചെയ്ത് ഇതൊക്കെ മാറ്റുന്ന കണ്ടിട്ടില്ലേ? ഇതൊരു ട്രീറ്റ്മെന്റ് അല്ലേ? അല്ലേ? മന്ത്രവാദം ഒക്കെ ചെയ്ത് മതപരമായിട്ടുള്ള ചടങ്ങുകളെ അല്ലെങ്കിൽ മന്ത്രവാദപരമായിട്ടായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റ് ചെയ്തേക്കണേ. അല്ലാതെ ഇന്നത്തെ പോലെ നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിന്റെ അടുത്ത് മരുന്ന് മേടിക്കണം അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നില്ല അവിടെ പണ്ട് കാലത്തല്ലേ. അപ്പൊ അവിടെ അവര് അസുഖം വന്ന ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന എങ്ങനെയാ? ഒന്നുകിൽ മന്ത്രവാദം ചെയ്ത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെ അവര് അസുഖം മാറ്റും. അങ്ങനെയായിരുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ ഫസ്റ്റ് സെന്റൻസ്? നോട്ട്ബുക്ക് ഉള്ളവര് സെക്കൻഡ് രണ്ടാമത്തെ പോയിന്റ് എഴുതുക. ഗ്രീക്ക് ഹോസ്പിറ്റലിന് ഹെഡിങ് കൊടുക്കുക. അവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഒരു കാര്യം എഴുതി വെക്കാം, ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് എഴുതിയിട്ട് ഒരു വര ഇട്ടിട്ട് എഴുതുക. എങ്ങനെയായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്, മന്ത്രവാദപരവും മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ്. അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ട്രീറ്റ്മെന്റ്. ഹിപ്പോക്രാറ്റസ്, the father of medicine. നമുക്ക് അവിടെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Who is the father of medicine? മെഡിസിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ഹിപ്പോക്രാറ്റസ്. കേട്ടിട്ടില്ലേ ഹിപ്പോക്രാറ്റസിനെ കുറിച്ച്? HIPPOCRATES അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹിപ്പോക്രാറ്റസ് അവിടെ ആ ഒരു ടൈം പീരീഡ് ആണ് പറഞ്ഞത്. 460 to 370 BC കാലഘട്ടമാണ് പറഞ്ഞേക്കുന്നത്. The father of medicine. The father of medicine. അപ്പൊ നോട്ടിൽ എഴുതുന്നവർ എഴുതിക്കോ, ഫാദർ ഓഫ് മെഡിസിൻ എന്തിരിക്കാം? ആരാണ്? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് the father of medicine. Father of medicine used a logical non-religious approach to medicine. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു?
അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ലോജിക്കൽ, എല്ലാ കാര്യം ലോജിക്കായിട്ട് യുക്തിപരമായിട്ടുള്ളതും നോൺ റിലീജിയസ് മതപരമായ അല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം മെഡിസിനിൽ കൊണ്ടുവന്നു അദ്ദേഹം. പണ്ട് എങ്ങനെയായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റലിൽ പറഞ്ഞത്, നമ്മള് ട്രീറ്റ്മെന്റ് മന്ത്രവാദം ചെയ്തോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഹിപ്പോക്രാറ്റസ് എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു മെഡിസിനിലെ ആ ഒരു സിസ്റ്റത്തിനെ തന്നെ മാറ്റി മറിച്ചു. അദ്ദേഹം മെഡിസിനിലെ ഒരു യുക്തിപരമായിട്ടുള്ളത്, ഒരു ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് മെഡിസിനില് അദ്ദേഹം കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. പണ്ട് അവരൊക്കെ വിശ്വസിച്ചിരുന്ന അസുഖമാണെങ്കിലും എന്താ ദേവീ കോപം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അസുഖം വന്നത്. അപ്പൊ അതിനുള്ള പരിഹാരമായിട്ടൊക്കെ ചെയ്തായിരുന്നു അസുഖം മാറ്റിയിരുന്നത്. എന്നാൽ അദ്ദേഹം വന്നപ്പോ പറഞ്ഞു, ഈ അസുഖങ്ങളൊക്കെ ഇങ്ങനെയുള്ളത് കൊണ്ടൊന്നും അല്ല വരുന്നത്. അസുഖങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിത ശൈലിയും കൊണ്ടൊക്കെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ലോജിക്ക്, അത് കുറച്ചും കൂടി യുക്തിപരമായിട്ടുള്ളതല്ലേ അല്ലെ. നമുക്ക് കുറെ അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ജീവിത ശൈലി കൊണ്ട് തന്നെയല്ലേ അല്ലെ. ജീവിതശൈലി രോഗങ്ങള് കുറെ, നമ്മൾ പ്രമേഹം, ഇതൊക്കെ നമ്മള് കുറെയൊക്കെ നമ്മുടെ ആ ഒരു ഭക്ഷണത്തിലൂടെയൊക്കെയാണ് അല്ലെ. ഭക്ഷണത്തെയൊക്കെ നമുക്ക് കൊളസ്ട്രോള്, ഇതൊക്കെ നമ്മുടെ ആ ആഹാര രീതിയിലൂടെയൊക്കെ വരുന്നതാണ് കുറെയൊക്കെ അല്ലെ. അങ്ങനെയല്ലേ. അപ്പൊ ആ ഹിപ്പോക്രാറ്റ്സ് എന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കുറച്ചും കൂടി മെഡിസിനില് അദ്ദേഹം യുക്തിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ആ ഒരു മതപരമായി അല്ലാത്തതും നോൺ റിലീജിയസ് മതപരമല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം അദ്ദേഹം മെഡിസിനിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്നാ വിളിക്കുന്നേ, ഫാദർ ഓഫ് മെഡിസിൻ. ക്വസ്റ്റ്യൻ കിട്ടിയോ, ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. എഴുതി വെക്കാട്ടോ. രണ്ട് കാര്യങ്ങള് അതിൽ രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഗ്രീക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്, മാന്ത്രികവും ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തെ നെക്സ്റ്റ് നമ്മൾ ഹിപ്പോക്രാറ്റ്സിനെ പറഞ്ഞു, അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഒരു മെഡിസിനില് ഒരു ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ളതും മതപരമായി അല്ലാത്തതുമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. ഓക്കെ. The third one, Roman hospitals ആണ്. Roman hospitals. Roman hospitals. By 1st century BC, the Roman was first to make the institutional care of the sick and the injured. No, BC, 1st century BC ഒന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ BC ഒന്നാം നൂറ്റാണ്ടോട് കൂടി തന്നെ റോമാക്കാര് എന്ത് ചെയ്തു? വാസ് ദ ഫസ്റ്റ് ടു മേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക്. സിക്കായിട്ടുള്ളവർക്ക്, ഇഞ്ചുറി, മുറിവ് പറ്റിയിട്ടുള്ളവർക്ക് ഒക്കെ വേണ്ടിയിട്ട് രോഗങ്ങളൊക്കെ വന്ന് അസുഖമുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്, ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരാണ്. എക്സാമിന് ചോദിക്കാം കേട്ടോ. Dash was first to make the institutional care of the sick and the injured. Okay, ആരാണ് കൊണ്ടുവന്നത്? റോമക്കാരാണ്. Okay, റോമക്കാരാണ്. റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമില് റോമക്കാരാണ്. ഇൻ വിച്ച് പീരീഡ് എന്ന് വെച്ചാൽ റോമൻ പീരീഡ് എന്ന് പറയും. Okay, by 1st century BC, the Roman was first to make the institutional care of the sick and injured. Sick ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി, മുറിവ് പറ്റിയിട്ടുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരായിരുന്നു? റോമക്കാരായിരുന്നു. നോട്ടിൽ എഴുതുന്നവരൊന്ന് നോട്ട് ചെയ്തേ. ടെക്സ്റ്റ് ഉള്ളവർ അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. ആരാണ്? റോമൻ. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇഞ്ചുറീഡ്. ചോദിക്കാം, who was the first to make the institutional care of the sick and injured? ആരായിരുന്നു? റോമാക്കാരായിരുന്നു. Military and slave hospital existed then. അക്കാലത്ത്
മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ്സ് എന്ന് വെച്ചാൽ അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള മിലിറ്ററി സൈനികർക്കും അടിമകൾക്കും വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. ഏത് റോമൻ പീരീഡില് റോമൻ ഹോസ്പിറ്റലുകളുടെ സമയത്ത് മിലിറ്ററിക്കാർക്കും സ്ലേവ് അടിമകൾക്കും സൈനികർക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റല് നിലനിന്നിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്നു. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. അവിടെ അതും അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് along with the dash. അങ്ങനെ ചോദിക്കാം. along with the dash. Military and slave hospitals existed along with the dash. ആരുടെ സമയത്തായിരുന്നു? റോമൻ ഹോസ്പിറ്റൽസ്. ആൻസർ ചെയ്ത് എഴുതാം നമുക്ക്. റോമൻ ഹോസ്പിറ്റൽസ്. റോമൻ ഹോസ്പിറ്റൽസ്. ഓക്കെ. Military and slave hospital existed along with the ആർക്കടെ സമയത്തായിരുന്നു? റോമൻ ഹോസ്പിറ്റലിന്റെ സമയത്തായിരുന്നു മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ് ഹോസ്പിറ്റലും നിലനിൽക്കുന്നത്. അക്കാലത്ത് ഉണ്ടായിരുന്നു. റോമൻ ഹോസ്പിറ്റലുകളുടെ സമയത്ത് മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ് ഹോസ്പിറ്റൽസും ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? രണ്ട് സെന്റൻസും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അവിടെ. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരാണ്. ഫസ്റ്റ് മിലിറ്ററി ഹോസ്പിറ്റല് ആൻഡ് സ്ലേവ് ഹോസ്പിറ്റല് നിലനിൽക്കുന്നത് റോമൻ ഹോസ്പിറ്റലിന്റെ ടൈമിലാണ്. രണ്ട് ആൻസർ കിട്ടിയോ? നോട്ട് ചെയ്യണവര് നോട്ട് ചെയ്തെടുത്തോ? ഓക്കെ. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ കിടക്കണ്ട കേട്ടോ. അടുത്തത് മൂന്നാമത്തെ നോക്കി. അറബിക് ഹോസ്പിറ്റൽ. നാലാമത്തെയാണ് അറബിക് ഹോസ്പിറ്റൽസ്. അറബിക് ഹോസ്പിറ്റൽസ്. അറബിക് ഹോസ്പിറ്റൽ. The Roman military hospitals and the few Christian hospitals were no match for the number, organization and excellence. മികവ് of the Arabic hospitals. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷൻ കമ്പനിയുടെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലൊന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. എണ്ണത്തിലാണെങ്കിലും അറബിക് ഹോസ്പിറ്റലാണ് കൂടുതൽ. ഓർഗനൈസേഷൻ അവരുടെ സംഘടന നടത്തിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അറബിക് ഹോസ്പിറ്റലാണ് ബെറ്റർ. മികവിന്റെ കാര്യത്തിലാണെങ്കിലും ഏതാണ്? അറബിക് ഹോസ്പിറ്റലാണ് ബെറ്റർ. അപ്പോ നമുക്ക് ഈ അറബിക് ഹോസ്പിറ്റലിന്റെ ടൈമിൽ തന്നെ കുറച്ച് റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും നിലനിന്നിരുന്നു. അത് പക്ഷേ എന്താണ്? നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസിന്റെ കാര്യത്തിലോ മികവിന്റെ കാര്യത്തിലോ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അപ്പൊ ഏത് ഹോസ്പിറ്റലാണ് നല്ലത്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റലാണോ? ക്രിസ്ത്യൻ ഹോസ്പിറ്റലാണോ? അറബിക് ഹോസ്പിറ്റലിലാണോ ബെറ്റർ? നല്ലത് ഏതാ? ഇപ്പൊ ഞാൻ പറഞ്ഞ 3 ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലാണ് നമുക്ക് ബെറ്റർ? അറബിക് ഹോസ്പിറ്റൽ തന്നെ അല്ലോ. അറബിക് ഹോസ്പിറ്റൽ. ഓക്കെ, വെരി ഗുഡ്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളോ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലോ ഒക്കെ നമ്പർ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ ഓർഗനൈസേഷൻ സംഘടനയുടെ കാര്യത്തിലാണെങ്കിലും എക്സലന്റ് മികവിന്റെ കാര്യത്തിലാണെങ്കിലും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. ഓക്കെ, അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അതായത് അറബിക് ഹോസ്പിറ്റലാണ് അപ്പൊ ബെറ്റർ. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റത്തെ ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. Indian hospitals. Indian hospitals. Indian hospitals. Historical records shows that the efficient hospitals were built in India by 600 BC. ഈ ഡേറ്റ് പഠിക്കണം കേട്ടോ, ഇത് ചോദിക്കാറുണ്ട്. Historical record shows that efficient hospitals were built in India by 600 BC. BC 600 കൂടി ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായ.
historical record shows that efficient hospitals were built in India by 600 BC. അപ്പോൾ ചരിത്ര രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ നിർമ്മിച്ചത് എന്നാണ് ഡേറ്റ് നോക്കിയേ, ആ പീരീഡ് നോക്കിയേ, 600 BC. എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ട്. നോട്ടിൽ എഴുതണോര് 5 എഴുതി വെക്കുക, ഇന്ത്യൻ ഹോസ്പിറ്റൽ എഴുതി കൊടുക്കുക. അവിടെ 600 BC എന്നുള്ളത് ആ ഡേറ്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് അണ്ടർലൈൻ ചെയ്തിട്ടാം. ഇപ്പൊ ജസ്റ്റ് ആ ഡേറ്റ് ഒന്ന് വെക്കുക, പീരീഡ് ഒന്ന് വെക്കുക, 600 BC. ഓക്കെ, 600 BCയോടുകൂടി ഇന്ത്യയില് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വന്നു എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഡ്യൂറിംഗ് ദ ജേർജസ് reign of King Ashoka, മഹാനായ അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിനെ കുറിച്ചൊക്കെ കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, വീരസാഹസ കഥകളൊക്കെ. ഡ്യൂറിംഗ് ദ ജേർജസ് reign of King Ashoka, അശോക ചക്രവർത്തി. ആ പീരീഡ് നോക്കിയേ, 273 to 232 BC. ആ ഒരു ടൈമാണ്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. Indian hospitals started to look like modern hospitals. അശോക ചക്രവർത്തി, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് ഒരു മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അത് ചോദിക്കൂ കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടേ. Indian hospital started to look like a modern hospital. ആർക്കുടെ കാലത്താണ്? അശോകന്റെ കാലത്ത്, കിങ് അശോക. During the George's reign of King Ashoka, Indian hospital started to look like a modern hospital. Indian hospital modern hospital ആയിട്ട് അറിയപ്പെട്ടത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു. അണ്ടർലൈൻ ചെയ്തിട്ടോ, ഭരണകാലത്താണ്, അശോക ചക്രവർത്തിയുടെ ഭരണകാലത്താണ്. George's reign of King Ashoka. Then, the sentence okay, they followed principle of sanitation and the Caesarean section were operated. അവരവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ എന്താ, നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത്, പ്രൊട്ടക്ട് ഹ്യൂമൻ ഹെൽത്ത് by providing clean environment. നല്ലൊരു അന്തരീക്ഷം പ്രദാനം ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക ആണ് സാനിറ്റേഷൻ. സാനിറ്റേഷൻ കേട്ടിട്ടില്ലേ? കൃത്യത്തിലൊക്കെ കൊറോണയൊക്കെ വന്നപ്പോ കുറെ നമ്മൾ സാനിറ്റൈസ് ചെയ്തു അല്ലെ? സാനിറ്റേഷൻ ചെയ്തില്ലേ? സാനിറ്റേഷൻ എന്താ? നമ്മുടെ ഒരു നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ? നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ വെക്കുന്നത്. They followed principle of sanitation and the Caesarean section. Caesarean section, C section എന്ന് ഷോർട്ട് ചെയ്ത് പറയും. എന്താ Caesarean section? സർജറി ഒക്കെ വന്നത് അല്ലെ? ഈ ഒരു സമയത്തായിരുന്നു, ഇന്ത്യൻ ഹോസ്പിറ്റലുകളുടെ സമയത്താണ് അവരവരും ഫോളോ ചെയ്യുന്നത്. സാനിറ്റേഷൻ പ്രിൻസിപ്പിള്, സിസേറിയൻ സെക്ഷൻ ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു. അതായത് ആ ഒരു ടൈമിലാണ് സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കട്ട് ചെയ്യുക, അതായത് സർജറി ഒക്കെ വന്നത്. സിസേറിയൻ, ഇവിടെ സിസേറിയൻ ഒക്കെ ചെയ്തവരുണ്ടാവുമല്ലോ അല്ലെ? കുട്ടികളുള്ളവരെ സിസേറിയൻ ചെയ്തവരല്ലേ? എന്താ ചെയ്യാ? ഡെലിവറി അല്ല അല്ലെ? സിസേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വയറ് തന്നെ, അബ്ഡോമൻ തന്നെ കട്ട് ചെയ്തിട്ട് കുട്ടീനെ പുറത്തെടുക്കണേ അല്ലെ? അതായത് സർജറിയിലൂടെ അല്ലെ? മറ്റത് നോർമൽ ബർത്താണ് നമ്മള് ഡെലിവറി. സിസേറിയൻ എന്ന് പറഞ്ഞാൽ അവിടെ കട്ടിങ് ആണ്, അതായത് സർജറി ചെയ്തിട്ട് കുട്ടീനെ പുറത്തെടുക്കണം. ഇതെല്ലാം ആ ഒരു ടൈമിലാണ് അവിടെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ അവരവിടെ ഫോളോ ചെയ്തതാണ് കേട്ടോ. ഇന്ത്യൻ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ ആൻഡ് സിസേറിയൻ സെക്ഷൻ വെയർ ഓപ്പറേറ്റഡ്. They followed the principle of sanitation and the cesarean section were operated. Physicians were appointed one for every 10 village. അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്ത് എങ്ങനെയാ? ഇന്ത്യൻ ഹോസ്പിറ്റലുകളില് ഫിസിഷ്യനെ, ഡോക്ടറിനെ അപ്പോയിന്റ് ചെയ്ത് എങ്ങനെയാ? ഒരു ഫിസിഷ്യൻ ഫോർ എവരി 10 village, ഒരു 10
10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ. ഇങ്ങനെയാണ് ഓരോ 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ. അണ്ടർലൈൻ ചെയ്തിട്ടെ. Indian hospitals, physicians were appointed one for every 10 village. മനസ്സിലായോ? അല്ലാതെ ഓരോ വില്ലേജിലൊന്നും ഒരു ഫിസിഷ്യൻ ഇല്ല. അന്ന് ഹോസ്പിറ്റലൊന്നും അത്രത്തോളം ഒന്നും ആയിട്ടില്ലോ. ഓരോ 10 വില്ലേജുകൾ കൂടും, 10 ഗ്രാമങ്ങൾ കൂടുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉള്ളു. അപ്പൊ 10 ആ വില്ലേജിലുള്ളവരും എവിടെ ആ ഒരു ഡോക്ടറിനെ വേണം ഡിപ്പെൻഡ് ചെയ്യാനായിട്ട്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു ഇതിനകത്തുള്ളവർക്ക് ആർക്കെങ്കിലും അസുഖം വന്നാലും ആ ഒരു ഡോക്ടർ, 10 വില്ലേജിൽ ഒരു ഡോക്ടർ. ഇങ്ങനെയാ അപ്പോയിന്റ് ചെയ്തത്. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് വൺ ഫോർ എവരി വില്ലേജ്. ഓരോ ഇതിലും 10 വില്ലേജിലും കൂടുമ്പോഴും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. അണ്ടർലൈൻ ചെയ്തോ ടെസ്റ്റ് ഉള്ളവര്? ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് വൺ ഫോർ എവരി 10 വില്ലേജ്. അതെന്തിനു വേണ്ടിയാ? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ ആൻഡ് ദ regional hospital for healthcare population, like to serve the healthcare needs of the population. അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നീഡ്സ്, ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യകതകള്, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അവരെ സേവിക്കുന്നതിന് ഒക്കെ വേണ്ടിയിട്ട് ഓരോ നമ്മൾ 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. ക്ലിയർ ആയോ? ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ആ ആളുകളുടെ ഹെൽത്ത് കെയർ നീഡ്സ് അല്ലെങ്കിൽ അവർക്ക് എന്താ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അവരെ സെർവ് ചെയ്തതിനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫിസിഷ്യനുള്ളൂ. 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യനാണ് ഉള്ളത്. ഓക്കെ. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം. ഇൻഫോം എന്ന് പറഞ്ഞാൽ എന്താ? നിരാലംബര്, ആരും ആശ്രയില്ലാത്തവർക്കില്ലേ? നിരാലംബര്, ഇൻഫോം, നിരാലംബര്. അറിയില്ലാത്ത മീനിങ് ഒന്ന് എഴുതി വെച്ചാൽ കേട്ടോ. നിരാലംബര്. ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അഗതികള്. ഇതുപോലെ തന്നെ ആരോരും ആശ്രയില്ലാത്ത ആളുകളില്ല, അഗതികളായിട്ട്. അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബുദ്ധനാണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The regional hospital for the infirm and the destitute were built by Buddha. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത്. ഓക്കെ. അത്രയാണ് ആ ഇന്ത്യൻ ഹോസ്പിറ്റലുകളിൽ പറയുന്നത്. ലാസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. നോട്ട് ചെയ്യുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. The regional hospital for the infirm and destitute were built by Dash. ആരാണ്? ബുദ്ധ. BUDDHA. The regional hospitals for the infirm and destitute were built by Buddha. ഓക്കെ. അത്രയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്ത് വെച്ചത്? ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഒരു എഫിഷ്യന്റ്, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്തത് ആ പീരീഡ് ഏതായിരുന്നു? 600 BC. 600 BCയോട് കൂടിയാണ്. അവിടെ ആരുടെ കാര്യം പറഞ്ഞ? അശോകന്റെ കാര്യം പറഞ്ഞു അല്ലെ? ഡ്യൂറിംഗ് ദ ജോർജസ് റിഗൺ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്താണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റലുകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അവിടെ ചോദിക്കും ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിക്കാം കേട്ടോ. അശോക. നോട്ട് ചെയ്തിടുക. അശോക ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് എ മോഡേൺ ഹോസ്പിറ്റൽ. അവിടെ ഫോളോ ചെയ്തത് ഏതൊക്കെയായിരുന്നു? They followed, the hospital follow ചെയ്തെന്തൊക്കെയാ? Principle of sanitation and cesarean section. Principle of sanitation and cesarean section followed. They followed principle of sanitation and cesarean section. Then പിന്നെ അടുത്തത് അവിടെ ഫിസിഷ്യൻ എങ്ങനെയായിരുന്നു? 10 വില്ലേജില് ഒരു ഫിസിഷ്യൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളുടെ ഹെൽത്ത് കെയർ നീഡ്സ്, ആവശ്യങ്ങളൊക്കെ സെർവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നതിന്, അവരെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 10 വില്ലേജിലും ഒരു ഫിസിഷ്യൻ. പിന്നെ ലാസ്റ്റ് സെന്റൻസ് അഗതികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ആരാണ്? ബുദ്ധനാണ്. ബുദ്ധ. അണ്ടർലൈൻ ചെയ്തില്ലേ ലാസ്റ്റ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ ആയല്ലോ?
ഓക്കെ ആണല്ലേ? നമ്മൾ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, എ മാത്രമേ ഇന്ന് നോക്കിയുള്ളൂ. ഏതാണ്? ഹോസ്പിറ്റൽ ഓഫ് എൽഹി ഈസി ടു 500 AD. 500 AD വരെയുള്ള ആദിമ ഹോസ്പിറ്റലുകളുടെ ചരിത്രം അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അതിനകത്ത് പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ, നമ്മൾ 5 ഹോസ്പിറ്റലുകൾ ഉണ്ട് അവിടെ. മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഇതിനെല്ലാത്തിനും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തിട്ടത്, നോട്ട് ചെയ്തിട്ടത് ഒന്ന് വായിക്കാം. ഓക്കെ, ഓക്കെ ആണല്ലേ? ഇനി അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടുമായിരിക്കും കേട്ടോ. ടെക്സ്റ്റ് കിട്ടിയ പിന്നെ കുഴപ്പമില്ല, ഓരോന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ഇനി അടുത്ത ബി ഒരു ചെറിയ സെക്ഷൻ കൂടെ എടുക്കാം കേട്ടോ. അത് ഒരു 2 പോയിന്റ് മാത്രമേ പറയുള്ളൂ. നോക്കിയേ, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ് 500 to 1500 AD. മിഡിൽ ഏജസ്, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. ഈ മധ്യ കാലഘട്ടത്തില് നമ്മൾ ആ ഹോസ്പിറ്റലുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് ഓഫ് ദ ഫോളോയിങ് റീസൺ. അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും എന്താ, ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. ഓക്കെ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ്. യൂറോപ്പില് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. അവിടെ കുറേയും കൂടി ഹോസ്പിറ്റലൊക്കെ പണിയാൻ തുടങ്ങി അവര്. ഹിസ്റ്ററി ആട്ടോ, ചരിത്രം ഇങ്ങനെ നമ്മളിങ്ങനെ കഥ പോലെയൊക്കെ മനസ്സിലാക്കി വെക്കാം. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? യൂറോപ്പില് എന്താ സംഭവിച്ചേ? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ്. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റല് കൂടുതൽ ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഫോർ ദ ഫോളോയിങ് റീസൺ. അതിന് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാനുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, Pope Innocent III in 1198 advised and persuaded. Persuaded എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക, persuaded പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ ഉപദേശിക്കുക, persuaded എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹനം കൊടുക്കുക. നമുക്ക് അങ്ങനെയല്ലേ, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നമുക്കത് ചെയ്യാനായിട്ടുള്ള ത്വര വരും അല്ലേ? ഇല്ലേ? നമുക്കൊരു ഹെൽപ്പ് ബാക്കിയൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ? ഇല്ലേ? എല്ലാവരും അവിടെ ഇരുന്ന് ഉറങ്ങിയോ? ഉണ്ട് അല്ലേ? നമുക്ക് ആരെങ്കിലും നമ്മുടെ ബാക്കിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ഒരു ത്വര കൂടും, നമ്മൾ അത് ചെയ്യും. ഇവിടെ എന്താ കാര്യം? ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാനായിട്ടുള്ള എന്താ കാര്യം പറഞ്ഞേക്കുന്നേ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? അദ്ദേഹം ക്രിസ്ത്യൻസിനോട് പറഞ്ഞു. എന്ത് ചെയ്തു? ക്രിസ്ത്യൻസിനെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ. ആര് കാരണം അവിടെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടിയേ? പോപ്പ് ഇന്നസെന്റ് III അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ക്രിസ്ത്യൻസിനോട് ഇങ്ങനെ പോരാ, നമുക്ക് 10 വില്ലേജ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ എണ്ണം എത്ര കുറവായാൽ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കണം, ഹോസ്പിറ്റൽ നിർമ്മിക്കണം എന്ന് എന്ത് ചെയ്തു? അദ്ദേഹം ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വെറുതെ ഉപദേശം മാത്രമല്ല കൊടുത്തേ, അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു, അതിന് വേണ്ട സപ്പോർട്ടും അദ്ദേഹം ചെയ്തു. അപ്പൊ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി. ഇനി അടുത്തൊരു കാര്യം കൂടി നോക്കിയേ, ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധക്കാര്. കേട്ടിട്ടില്ലേ കുരിശ് യുദ്ധക്കാര്? ഇൻക്രീസ്ഡ് റവന്യൂ, റവന്യൂ എന്ന് വെച്ചാൽ വരുമാനം, അധികമായിട്ടുള്ള വരുമാനം. നമ്മുടെ കയ്യിൽ പൈസ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണം അല്ലേ എന്നൊക്കെ തോന്നാറില്ലേ? പൈസ നമ്മുടെ കയ്യിൽ കൂടി കഴിയുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നൂലേ? ഇല്ലേ? അവർക്ക് ഒരു അധിക വരുമാനവും. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. എവിടെന്നാ? വേർ മെയ്ഡ് അവൈലബിൾ ഫ്രം കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തില് ഉണ്ടായ അധിക വരുമാനം. ക്രൂസൈഡേഴ്സും കുരിശുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തില്, കച്ചവടത്തില് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടി.
അപ്പൊ അവരുടെ കയ്യിൽ കൂടുതൽ കാശുണ്ടെങ്കിൽ യൂറോപ്പുകാർക്ക് എന്താ ഹോസ്പിറ്റലിൽ പണിയാൻ പാടില്ലേ അല്ലേ? രണ്ട് റീസൺ അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടാനുള്ള രണ്ട് കാര്യങ്ങൾ എന്താ? ഒന്നാമത്തെ റീസൺ എന്താ പറയുന്നേ? പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്യുന്നു? അവിടുത്തെ ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഉപദേശവും പ്രോത്സാഹനവും കൊടുത്തു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ക്രൂസൈഡേഴ്സ് കൃഷിയുദ്ധക്കാരുമായിട്ടുള്ള വാണിജ്യത്തിനുള്ള അധിക വരുമാനം യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള ഒരു റീസൺ ആണ്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള അതായത് കൃഷിയുദ്ധക്കാരുമായിട്ടുള്ള കച്ചവടത്തില് വാണിജ്യത്തിലുണ്ടായ അധിക വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പാടില്ലേ അല്ലെ? കുറെ കാശ് അവരുടെ കയ്യിൽ കിട്ടി. അപ്പൊ ആ കാശ് കിട്ടിയപ്പോ അവർക്ക് എന്ത് ചെയ്തു? യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ വെച്ച് കൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ തുടങ്ങി. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് അവിടെ മിഡിൽ ഏജ് ആയിട്ട് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചു വെച്ചിരുന്നു കേട്ടോ. രണ്ട് റീസൺ പറഞ്ഞു. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും അല്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഈ നമ്മൾ എടുത്ത പോർഷനില്ലേ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് ഇന്ന് ഞാൻ ഇവിടെ കൊടുക്കും. അതായത് നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. 5 ക്വസ്റ്റ്യൻ ഉള്ളി, 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എടുത്ത അത്രയും പോർഷൻ ചെയ്ത നിങ്ങളത് പഠിച്ചോന്ന് അറിയണ്ടേ? നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാനായി എല്ലാ ദിവസവും ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ. ഇന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ചത് തന്നെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുണ്ടോ എന്നുള്ളതാണ് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. 5 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അത് ചെയ്ത് നോക്കുക. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിറ്റത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ആ ക്വസ്റ്റ്യനിൽ ആൻസറിൽ ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഞാൻ പറയില്ല, ആദ്യത്തെ ക്ലാസ്സിൽ പറയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാം. അന്നത്തെ ക്ലാസ് എടുക്കും, പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് 5 ക്വസ്റ്റ്യൻ കിട്ടും. മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിറ്റേ ദിവസം ക്ലാസ്സിൽ കയറുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചേക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്. നമുക്ക് അപ്പൊ അത്രയും പോർഷൻസ് കിട്ടുമല്ലോ. ഓക്കെ, ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. Okay, thank you.